ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് വലിയൊരു സ്വാഗതം. നമ്മളുടെ മുടിക്ക് ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ ഞങ്ങൾ കാണിച്ചു തരാൻ പോകുന്നത്. അതുപോലെ നിങ്ങൾ ആദ്യത്തെ ഇൻഗ്രീഡിയൻറ്റ് കാണുമ്പോൾ തന്നെ നിങ്ങൾ പറയരുത്, ഇത് ഞങ്ങൾ കണ്ടിട്ടുള്ളതാണെന്ന് വിചാരിക്കരുത് കേട്ടോ. പക്ഷേങ്കിൽ ഇത് നിങ്ങൾ ചിലപ്പോൾ ഉദ്ദേശിക്കുന്നതായിരിക്കില്ല. എന്നാൽ തന്നെയും പ്രത്യേകിച്ച് ഇതേക്കുറിച്ച് വിശദമായിട്ടുള്ള ഞാൻ വീഡിയോയിൽ പറഞ്ഞുതരാം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവുന്ന കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല കേട്ടോ. നല്ല അടിപൊളിയാണ്, ഹെൽത്തിയാണ്. നമ്മളുടെ മുടി കൊഴിഞ്ഞുപോയ മുടികളൊക്കെ പുതുതായിട്ട് കിളിച്ച് വരാൻ വേണ്ടിയിട്ട് നമ്മളെ ഒരുപാട് സഹായിക്കുന്ന ഒരു സാധനമാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കണം കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവുന്ന കാര്യത്തിൽ ഡൗട്ടൊന്നുമില്ല. ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോകണം കേട്ടോ. അതുപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അതേപോലെ തന്നെ ഇതുവരെ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിന് കൂടിയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടാവുമല്ലേ, നമ്മളുടെ ഉലുവയാണ് കേട്ടോ. ഉലുവയും കരിഞ്ജീരകവും കൂടിയിട്ടാണ് കേട്ടോ. കരിഞ്ജീരകം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഒരുപാട് വീഡിയോകളിലൊക്കെ നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവും എത്രത്തോളം നല്ലതാണെന്ന്. പലർക്കും ഉപയോഗിച്ച് ഒരുപാട് പേർക്ക് ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയിട്ടുള്ള സാധനമാണ് നമ്മളുടെ കരിഞ്ജീരകം എന്ന് പറയുന്നത്. ഉലുവയും അതുപോലെ തന്നെയാണ് കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള രണ്ട് സാധനങ്ങളാണ് കേട്ടോ. നിങ്ങൾക്ക് ഇത് മാത്രമായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ അരച്ചിട്ടും അപ്ലൈ ചെയ്യാം, അല്ലാതെ നമ്മൾ ചെയ്യുന്ന രീതിയിലും ചെയ്യാം കേട്ടോ. എങ്ങനെ ചെയ്താലും നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുക തന്നെ ചെയ്യും. പിന്നെ ഓരോരുത്തരുടെയും മുടിയുടെയും നമ്മളുടെ ജീവിക്കുന്ന സാഹചര്യങ്ങളുടെയും ഒക്കെ അവസ്ഥ അനുസരിച്ചിട്ടാണ് നമ്മളുടെ മുടിയുടെ വളർച്ച അതിനെ സ്വാധീനിച്ചാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ ഫുഡ് കഴിക്കാനും ഒക്കെ നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കാനും ഒക്കെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇത് ഞാൻ തലേദിവസം വെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണ് കേട്ടോ. നമുക്ക് ഈ ഒരു വെള്ളം കണ്ടോ, ഈ ഒരു വെള്ളം നിങ്ങൾക്ക് ഒട്ടും അധികം അല്ല കേട്ടോ. ഇതിൽ കുറച്ചുകൂടെ വെള്ളം നിങ്ങൾക്ക് ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഈ ഒരു സംഭവം മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് നല്ലതായിട്ട് അരച്ചിട്ട് എടുത്തിട്ട് വരണം കേട്ടോ. അതിന് മുന്നേ എന്താ, നിങ്ങൾ ഇത് കളർ ശ്രദ്ധിച്ചോ, നല്ല അടിപൊളി കളറായിട്ടുണ്ട്. ആ വെള്ളത്തിൻ്റെ കളറൊക്കെ നല്ല രീതിയിൽ ചേഞ്ച് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ കളർ ചേഞ്ച് ആയി അതിൻ്റെ ആ വെള്ളത്തിലേക്ക് അതിൻ്റെ എല്ലാ ഗുണങ്ങളും ഇറങ്ങിയിട്ടുണ്ട്. ഒരു തുള്ളി പോലും ഈ വെള്ളം നമുക്ക് കളയേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് നമുക്ക് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഈ വെള്ളം ഉപയോഗിക്കാം കേട്ടോ. നല്ല രീതിയിൽ ഇത് അരച്ച് നല്ല മഷി പോലെ അരച്ചെടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് ബാക്കി ഡീറ്റെയിൽസൊക്കെ ഞാൻ വീഡിയോയിൽ പറഞ്ഞുതരാം. നമുക്ക് ആദ്യം ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ. ഞാൻ ഇത് അരയ്ക്കുമ്പോൾ ഈ വെള്ളം മാത്രമല്ല കേട്ടോ, കുറച്ചുകൂടെ വെള്ളം ചേർക്കുന്നുണ്ട്. അത് നിങ്ങളുടെ വീഡിയോയിൽ കാണിക്കുന്നില്ല. അപ്പോൾ കുറച്ചുകൂടെ വെള്ളം ഞാൻ ചേർക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇത് നമ്മൾ അരഞ്ഞ് വരുമ്പോഴത്തേക്കും ഉലുവയല്ലേ, നല്ല രീതിയിൽ ഭയങ്കരമായിട്ട് എന്താ പറയുക, നമുക്ക് പൊങ്ങി വരിക എന്നൊക്കെ പറയില്ലേ, അതുപോലെ കുറച്ച് പേസ്റ്റ് മാതിരി അങ്ങ് നല്ല രീതിയിൽ കുറുകിയ പോലെ അങ്ങ് ആവും, ഭയങ്കര തിക്കാവും. അപ്പോൾ അത് ഈ ഒരു വെള്ളം നിങ്ങൾക്ക് കാണുമ്പോൾ തോന്നും ഇത് ഒരുപാടല്ലേ, അധികമല്ലേ, ലൂസായി പോകത്തില്ലേ എന്ന് വിചാരിക്കും. ഇത് കണ്ടോ, ഇതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടോ. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഒന്നുകൂടെ ഇതിനകത്ത് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്ത് അത് കഴുകിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അത്രയും നമുക്കത് ഒട്ടും വേസ്റ്റ് ആവുകയില്ല. അപ്പോൾ ഇത് നല്ല രീതിയിൽ നമുക്ക് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതൊരു തുണി ഉപയോഗിച്ച് മാത്രമേ നിങ്ങൾക്ക് അരിച്ചെടുക്കാൻ പറ്റുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഇത് നമ്മളുടെ ഉലുവ ആയതുകൊണ്ട് തന്നെ നമുക്ക് അരിപ്പയിലൊന്നും അരിച്ചെടുക്കാൻ പറ്റില്ല. ഞാനിവിടെ ഒരു തുണി ഉപയോഗിച്ചിട്ടാണ് കേട്ടോ അരിച്ചെടുത്തത്. അപ്പോൾ നമുക്കൊരു തിക്കായിട്ടുള്ള കുറുകിയ ഒരു ജ്യൂസി കൺസിസ്റ്റൻസിയാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്കിനി ഒരു 2 ഇൻഗ്രീഡിയൻ്റ് കൂടിയിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ചേർത്തിട്ടുള്ളത് ആകപ്പാടെ നമ്മളുടെ ഉലുവയും കരിഞ്ജീരകവും മാത്രമായിട്ടാണ് നമ്മൾ അരച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. ഇതിനകത്ത് നിങ്ങൾക്ക് ചെറിയൊരു ഉണ്ട പോലെ ചെറുതായിട്ട് കിടക്കുന്നതാണ്. നമ്മുടെ മാവൊക്കെ കലക്കുമ്പോൾ കട്ട പിടിച്ച് കിടക്കത്തില്ലേ, അതുപോലെ. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് അടുത്തായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഹണിയാണ് കേട്ടോ. ഒരു സ്പൂൺ ഞാൻ ഒരു സ്പൂൺ ചേർത്തിട്ടുണ്ട്. ഭയങ്കര സൂപ്പറാണ് കേട്ടോ. മുടി നല്ലതായിട്ട് മോയ്സ്ചറൈസ് ചെയ്ത് വെക്കാനും ഡ്രൈയും ഫ്രിസി ആയിട്ടുള്ള ഹെയറൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ ഹെൽപ്പ് ആവും കേട്ടോ നമ്മളുടെ ആ ഒരു ഹണി ചേർക്കുന്നത്. അപ്പോൾ അടുത്തായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മളുടെ വൈറ്റമിൻ ഇയുടെ ടാബ്ലറ്റാണ് കേട്ടോ. 2 എണ്ണം എടുത്തിട്ടുണ്ട്. 2 എണ്ണം നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം, പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇത് നമ്മളുടെ മുടിയെ നല്ല രീതിയിൽ വളർച്ചയെ എന്താ പറയുക, കുറച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ നമ്മളുടെ വൈറ്റമിൻ ഇ എന്ന് പറയുന്നത്. നമ്മുടെ മുടിയുടെ വളർച്ചയെ പെട്ടെന്ന് ആക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ.
അപ്പോൾ ഇത് എല്ലാം കൂടിയിട്ട് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നമുക്കിത് വേണമെന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് ഒന്നുകൂടെ ഒന്ന് അരച്ചിട്ടിടും. കാരണം നമ്മൾ ഉലുവ ആയതുകൊണ്ട് തന്നെ തുണിയിൽ അരച്ചെടുക്കുമ്പോൾ കുറച്ച് കട്ടയായിട്ട് ഇരിക്കും. അത് ജെല്ല് പോലെയാണ് അത് ഇരിക്കുന്നത്, കുഴപ്പമൊന്നുമില്ല. നമ്മളത് തലയിൽ തേക്കുമ്പോഴത്തേക്കും അതിങ്ങനെ തലയിലേക്ക് അങ്ങ് മെൽറ്റായി ചേരുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഞാനിത് വീണ്ടും അരച്ചൊന്നും എടുത്തിട്ടില്ല കേട്ടോ, ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് കണ്ടോ, നമ്മൾ എടുക്കുമ്പോൾ ഇതുപോലെ ഇരിക്കും, പക്ഷേങ്കിൽ നമ്മൾ തേക്കുമ്പോഴത്തേക്കും നല്ല രീതിയിൽ മെൽറ്റ് ജെല്ല് പോലെ അങ്ങ് ആയിത്തീരും. അത് മുടിയിലേക്ക് നല്ല രീതിയിൽ അങ്ങ് പറ്റി ചേർന്ന് പോകും കേട്ടോ. അപ്പോൾ അത് ഭയങ്കര കട്ട കുത്തി ഇരിക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ തലയിൽ നല്ല രീതിയിലൊന്ന് ഓയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഉലുവ കുറച്ച് നല്ല രീതിയിൽ മുടി ഫ്രിസി ആക്കും, അതുകൊണ്ട് തന്നെയാണ് ഞാൻ കുറച്ചുകൂടെ ഡ്രൈ ആക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു. ഫ്രിസി അല്ല, ഡ്രൈ ആക്കുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ നല്ല രീതിയിൽ ഓയിൽ അപ്ലൈ ചെയ്തിട്ടുള്ളത്. എൻ്റെ മുടി കണ്ടോ ഇപ്പോൾ ഒരുപാട് നമ്മളുടെ വീഡിയോ കുറഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് ഹെയർ പാക്കുകളും ഇതുപോലെ അപ്ലൈ ചെയ്യുന്നില്ല. ഒരുപാടെന്നല്ല, ഒട്ടും ചെയ്യുന്നില്ല എന്ന് വേണം പറയാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ മുടി നല്ല രീതിയിൽ ഡാമേജ് ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ മോൻ സ്കൂളിൽ നിന്ന് വന്ന സമയമായിരുന്നു കേട്ടോ. അയാൾക്ക് ഇതുപോലെ വീഡിയോ ഒക്കെ എടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അയാളെ കാണണം, വീഡിയോയിൽ അയാളെ കാണിക്കണം, അയാളെ കാണണം, അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമുക്കിത് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കട്ടെ. നിങ്ങൾക്കിത് വീക്ക്ലി 2-3 പ്രാവശ്യം നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം, ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾക്ക് പ്ലെയിനായിട്ട് വാഷ് ചെയ്ത് കളയാനായിരിക്കും എപ്പോഴും നല്ലത്. ഒരു 20 to 30 മിനിറ്റ്സ് വെച്ചിട്ട് പ്ലെയിൻ ആയിട്ട് തന്നെ വാഷ് ചെയ്ത് കളയുക. പിന്നെ നിങ്ങൾക്ക് ആ ഉലുവയുടെ ഒന്നൊരു സ്മെല്ല് ഇഷ്ടമല്ല, അല്ലെങ്കിൽ അതിന് പ്രത്യേകിച്ച് സ്മെല്ലൊന്നും കാണില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ ഈ ഒരു സ്മെല്ലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്നും നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഒരു മൈൽഡായിട്ടുള്ള ഒരു ഷാമ്പു ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്ത് കളയാം. ഞാൻ കൂടുതലും സജസ്റ്റ് ചെയ്യുക നമുക്ക് പ്ലെയിനായിട്ട് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ചോദിക്കുക കേട്ടോ, ഞാൻ പറഞ്ഞുതരാം. എന്തെങ്കിലും ഇതിനെപ്പറ്റി ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോളൂ. ഇത് നമ്മൾ മെയിനായിട്ട് സ്കാൽപ്പിൽ കോൺസെൻട്രേറ്റ് ചെയ്താണ് തേക്കുന്നത്. കാരണം നമുക്ക് കൊഴിഞ്ഞു പോയ ഇടങ്ങളിൽ പുതിയ മുടികൾ വളരാനും നമ്മൾ മുടിയുടെ വളർച്ച പെട്ടെന്ന് അതിൻ്റെ ഒരു ആക്കം കൂട്ടാനും വേണ്ടിയിട്ടാണ് നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്ന കാര്യത്തിൽ എനിക്ക് പ്രത്യേകിച്ച് ഡൗട്ടൊന്നുമില്ല. എനിക്ക് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് തരുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോകണം. അതേപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം കേട്ടോ. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനലും കൂട്ടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോടാണ് പറയുന്നത്. ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പാട്ടൊക്കെ പാടി ആഘോഷമായിട്ട് ചെയ്യുകയാണ് വീഡിയോ. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം കാണാം കേട്ടോ. ടാറ്റാ, ബൈ ബൈ.